ഉത്തരവാദിത്തങ്ങളും ഭാരങ്ങളൊന്നുമില്ലാതെ ഒരു പൂമ്പാറ്റയെ പോലെ പാറി നടക്കേണ്ട പ്രായമാണ് ടീനേജ് പ്രായം. എന്നാൽ ആ പ്രായത്തിൽ അമ്മയാകേണ്ടി വന്ന കുറച്ച് പെൺകുട്ടികളുടെ കഥ പറയുന്ന ബെൽജിയത്തിൽ നിന്നുള്ള ഒരു സിനിമയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഡാർഡിൻ ബ്രദേഴ്സ് അഥവാ ബെൽജിയൻ ബ്രദേഴ്സ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ജെയിൻ പേറിയും ലൂക്ക് ഡാർഡിനെയും കൂടെ ഒരുമിച്ച് രചനയും സംവിധാനവും ചെയ്ത് 2025 പുറത്തിറങ്ങിയ ഒരു ഡ്രാമ സിനിമയാണ് യങ് മദേഴ്സ്. 15, 16, 17 വയസ്സൊക്കെ എന്തായാലും പ്ലാൻഡ് ആയിട്ടൊന്നും ആയിരിക്കില്ല പ്രഗ്നൻസി ആവുക. അതുകൊണ്ട് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രഗ്നന്റ് ആയ 5 പെൺകുട്ടികളുടെ ഈ ഒരു സ്റ്റേജിൽ പ്രഗ്നന്റ് ആവുകയും അതിനുശേഷം ഡെലിവറി ആയിട്ടും ആ ഒരു മദർഹുഡിലൂടെ കടന്നു പോകുന്ന അവരുടെ സ്ട്രഗിൾസും ജോയ്സും ഒക്കെ കാണിച്ചു പോകുന്ന മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണിത്. It throws viewers into the dynamic interconnectedness of systematic, societal and personal issues. സിംഗിൾ മദേഴ്സിന് അവർ നേരിടുന്ന ചലഞ്ചസും പ്രശ്നങ്ങളും ഒക്കെ കൺഫ്രണ്ട് ചെയ്യാനും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ബെൽജിയത്ത് അവിടുത്തെ ഗവൺമെന്റ് കീഴിൽ തന്നെ ഒരു ബോർഡിംഗ് ഹൗസ് പ്രോഗ്രാം ഉണ്ട്. ഒരു ഷെൽട്ടർ ഹോം പോലെ. അവിടെ താമസിക്കുന്ന 5 ഇതുപോലെ ടീനേജ് പ്രഗ്നൻസിയിലൂടെ കടന്നുപോയ 5 പെൺകുട്ടികളുടെ കഥയാണ് നമുക്ക് മുന്നിൽ കാണിക്കുന്നത്. ഈ 5 പെൺകുട്ടികളുടെയും കഥ പാരലൽ ആയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. They all scripted, directed and performed to perfection. Drug and alcohol addiction, dysfunctional families, generational trauma, abandonment തുടങ്ങിയ ഇത്തരം കോംപ്ലക്സ് വിഷയങ്ങൾ കൂടിയാണ് സിനിമ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. സിനിമയുടെ ഡയറക്ടേഴ്സിന്റെ മുൻകാല സിനിമകൾ വെച്ചിട്ട് തന്നെ ഈ ഡയറക്ടേഴ്സിനെ ഓൾറെഡി തന്നെ വിളിക്കുന്ന പേര് ഹൈപ്പർ റിയലിസ്റ്റിക് ഡയറക്ടേഴ്സ് തന്നെയാണ്. അത് ഈ സിനിമയിലും അവർ ഒട്ടും നിരാശപ്പെടുത്താതെ മൊത്തം ഒരു റിയലിസ്റ്റിക് രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. എന്നാൽ തന്നെയും ആ നാട്ടിൽ ഒരു പ്രഗ്നന്റ് ആവുക, ടീനേജ് പ്രായത്തിലുള്ള കുട്ടി പ്രഗ്നന്റ് ആവുന്നതിൽ ഒരു സോഷ്യൽ സ്റ്റിഗ്മയോ അല്ലെങ്കിൽ വാട്ട് ഈസ് അൺസർട്ടനിറ്റി എന്നുള്ള ഒരു ചോദ്യങ്ങളൊന്നും ഇല്ലാതെ അത് കാണിക്കുന്നതും വളരെ ഭംഗിയായിട്ട് തോന്നും. ദ നിയോ റിയലിസ്റ്റ് അപ്രോച്ച് സക്സീഡ്സ് ഹിയർ by it presents vivid portraits of hardship. Faut pas rêver qu'un bébé va tout arranger. But film's moral complexity heightens this realism, especially on the inherent tension between realizing society failed with those girls and how immature they are in dealing with the situation. Je me réjouissais tellement de te tenir contre moi, mais je sens rien. അവർക്ക് ചെറിയ കുട്ടികളാണ്, ഒരു കുഞ്ഞിനെ നോക്കാൻ പോലും പക്വതയില്ലാതെ. എന്നാൽ ഒരു കുട്ടി ആയി കഴിഞ്ഞാൽ ഓക്കെ, തന്റെ ജീവിതം പിന്നീട് എല്ലാം ശരിയാവും എന്നുള്ളൊരു ധാരണയിലാണ് അവർ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്നിട്ടും അവരുടെ ലൈഫ് ഇങ്ങനെ മെസ്സപ്പായി ഇങ്ങനെ ജമ്പിളായിട്ട് ഇങ്ങനെ കിടക്കാണ്. ഒന്നും ശരിയാക്കാൻ അവർക്ക് പിന്നെയും പറ്റുന്നില്ല. പക്ഷെ അവരെ കൊണ്ട് പറ്റുന്ന സാഹചര്യത്തിൽ അവരുടേതായ രീതിയിൽ അവർ പറ്റുന്ന പോലെ അവരുടെ ലൈഫ് ബിൽഡ് ചെയ്ത് അത് സോർട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ല രസമായിട്ടാണ് സിനിമ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരു മോഡേൺ സോഷ്യൽ എക്കണോമിക് ലാൻഡ്സ്കേപ്പ് ആണ് സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കാണിക്കുന്നത്. ഈ സിനിമയെ സ്റ്റാൻഡ്സ് ഔട്ട് ചെയ്യുന്നത് which is honest and non-judgmental the film is. It doesn't tell us who is right or wrong. Instead, it simply observes. സിനിമ ഇപ്പോൾ തന്നെ കാൻസ് ഫെസ്റ്റിവലിലെ ബെസ്റ്റ് സ്ക്രീൻ പ്ലേ അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സ് നിറയ്ക്കുന്ന ഒരു സുഖമാണ് കിട്ടുന്നത്. നമുക്ക് അത്രയും ഒരു ഹെവി ടോപ്പിക്കാണ് സിനിമ കൈകാര്യം ചെയ്യുന്നതെങ്കിലും സങ്കടമോ സന്തോഷമോ ഒന്നുമല്ല, ഭയങ്കര മനസ്സ് നിറയുന്ന ഒരു വല്ലാത്തൊരു സുഖമായിരുന്നു സിനിമ കണ്ടു കഴിയുമ്പോൾ കിട്ടിയിരുന്നത്. അതുതന്നെയാണ് ഈ സിനിമയുടെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ സിനിമ നമ്മളെല്ലാം ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ് നമുക്ക് കണ്ടു കഴിയുമ്പോൾ നമ്മളെ ഏൽപ്പിക്കുന്നത്. ഇങ്ങനെയുള്ളവരെ ഇനിയും ജീവിതത്തിൽ എവിടെയെങ്കിലും കാണുമ്പോൾ അവരെ ഒരു തെറ്റായി കണ്ട് അവർ ചെയ്തത് തെറ്റാണെന്ന് കരുതിക്കൊണ്ട് ഇരിക്കാതെ അവരുടെ ഉള്ളിലുള്ള ഒരു മനുഷ്യനെ കൂടി കാണാൻ സിനിമ നമ്മളെ പഠിപ്പിക്കുന്നു.